ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CSDSന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് CSDSന്റെ കുടുംബാംഗങ്ങൾ കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് ഉജ്ജ്വലമായ മാർച്ചും ധർണയും നടത്തിയിരിക്കുകയാണ്. ഈ മാർച്ചിന് നിങ്ങളുടെ ലോക്സഭാംഗം എന്ന നിലയിലും നിങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഒരു കുടുംബാംഗം എന്ന നിലയിലും ഈ മാർച്ചിന് എല്ലാവിധമായ പിന്തുണയും ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ മാർച്ച് സെക്രട്ടേറിയറ്റിൽ വരുന്നതിന് മുമ്പ് 10 ദിവസക്കാലം കേരളത്തിലെ 6 ജില്ലകളിൽ വാഹന പ്രചരണ ജാഥ നടത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KK സുരേഷിന്റെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രചാരണം നടത്തിയതിനു ശേഷമാണ് ഇവിടെ ഈ മാർച്ച് നടക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ വാഹന പ്രചരണ ജാഥ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ ജാഥയെ വരവേൽക്കുവാനും അഭിവാദ്യം അർപ്പിക്കുവാനും ഇളയവനായി ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം ഓർക്കാൻ ആഗ്രഹിക്കുക. അന്ന് അവിടെ ഞാൻ വിശദമായി സംസാരിച്ചതാണ്. എന്റെ നിലപാടുകൾ വളരെ കൃത്യമായി തന്നെ അന്ന് അവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CSDSന്റെ ചേരമർ സാമ്പർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അധ്യക്ഷൻ ശ്രീ KK സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ അതിന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന അവശത അനുഭവിക്കുന്ന ദളിത് ക്രൈസ്തവരുടെ ശബ്ദമാണ്. നമുക്കറിയാം ദളിത് ക്രൈസ്തവരെ എന്തിനു വേണ്ടി അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഭരണകൂടം മാറ്റി നിർത്തുന്നു? എന്ത് ന്യായമാണ് അതിനുള്ളത്? നമ്മുടെ ഭരണഘടന ഒരു ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുള്ള ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള, ഏത് പൗരനും അവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുമ്പോൾ പട്ടികജാതിക്കാരായ ആളുകൾ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചാൽ അവരെ പുറത്തു നിർത്തുന്ന, സംവരണാനുകൂല്യങ്ങളുടെ പുറത്തു നിർത്തുന്ന ഏറ്റവും പ്രാകൃതവും അപരിഷ്കൃതവുമായ ഈ നിയമം പൊളിച്ചെഴുതണമെന്നാണ് CSDS ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഹിന്ദുമതത്തിൽ നിന്ന് പട്ടികജാതിക്കാർ സിഖ് മതം സ്വീകരിച്ചാൽ അവർക്ക് എല്ലാ സംവരണവും ലഭിക്കും. പട്ടികജാതി ഹിന്ദു സമുദായത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ ജാതി മാറി അല്ലെങ്കിൽ മതം മാറി ബുദ്ധമതം സ്വീകരിച്ചാൽ അവർക്ക് സംവരണം കിട്ടും. പട്ടികജാതിയിൽ നിന്ന് മറ്റു മതങ്ങളിൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നവർ ഒഴിച്ച് മറ്റേത് മതത്തിൽ ചേർന്നാലും അവർക്ക് പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന എല്ലാ സംവരണാനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ ക്രിസ്തുമതത്തിൽ ചേർന്നതിന്റെ പേരിൽ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവരെ, ഇന്ത്യയൊട്ടാകെ 2-2.5 കോടിയോളം വരുന്ന ദളിത് ക്രൈസ്തവരെ മാറ്റി നിർത്തുന്നതിന് എന്ത് നീതിയാണുള്ളതെന്ന് ഇവിടുത്തെ ഭരണകൂടം പറയേണ്ടതാണ്. മാത്രമാണോ? ആദിവാസികൾ എടുക്കാം, ട്രൈബൽസ് എടുക്കാം. ആദിവാസി ഹിന്ദു വിഭാഗങ്ങളുണ്ട്, ആദിവാസി ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, ആദിവാസി മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും പട്ടികവർഗത്തിന്റെ സംവരണം ലഭിക്കുക. പട്ടികവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസികൾപ്പെട്ട ഹിന്ദു ആയിരുന്നാലും, ഹിന്ദു മതവിശ്വാസിയായിരുന്നാലും, ക്രിസ്തു മതവിശ്വാസിയായിരുന്നാലും, മുസ്ലിം മതവിശ്വാസിയായിരുന്നാലും അവർക്ക് സംവരണമുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, മിസോറാം അല്ലെങ്കിൽ മേഘാലയ, മിസോറാം, മണിപ്പൂർ, അതോടൊപ്പം തന്നെ നാഗാലാൻഡ്, അരുണാചൽ, അവിടുത്തെ ട്രൈബലുകളെല്ലാം ക്രിസ്ത്യൻസ് ആണ്. പക്ഷേ അവർക്ക് ആദിവാസികളുടെ എല്ലാ ആനുകൂല്യം കിട്ടുന്നു. ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ, ലക്ഷദ്വീപിലെ ജനത ആരാണ്? അവർ മുസ്ലിം മതവിശ്വാസികളാണ്, പക്ഷെ അവർ ആദിവാസികളാണ്. എന്തൊരു വിവേചനമാണ് ഇവിടെ നിലനിൽക്കുന്നത്!
അപ്പോൾ ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളായതിന്റെ പേരിൽ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ട് ചെയർമാൻ CSTS ചെയർമാൻ സാമ്പർ ഡെവലപ്മെന്റ് സൊസൈറ്റി CSTS ആവശ്യപ്പെടുന്നത് എന്താണ്? ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണമുണ്ട്. ആരുടെയും സംവരണം കവർന്നെടുക്കാനല്ല, ആർക്കെങ്കിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് പിടിച്ചെടുക്കാനല്ല. പട്ടികജാതി സമുദായങ്ങൾക്കോ ഇതര സമുദായങ്ങൾക്കോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന ആനുകൂല്യങ്ങളോ സംവരണാവകാശങ്ങളോ പിടിച്ചെടുക്കുവാനോ അത് വെട്ടിക്കുറയ്ക്കാനോ അതിന്റെ ഒരു പങ്കുപറ്റാനോ അല്ല CSTS ഇവിടെ ഈ പ്രക്ഷോഭം നടത്തുന്നത്. മറിച്ച് പട്ടികജാതിക്കാരായ ദളിത് ക്രൈസ്തവർ അവരിന്ന് അനുഭവിക്കുന്ന സാമൂഹ്യമായ അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവർക്ക് സർക്കാർ ജോലിയിൽ സംവരണമില്ല. അവർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അത് വീട് പാർപ്പിടമാകട്ടെ, ഭൂമിയാകട്ടെ, ലോണുകളാകട്ടെ, മറ്റ് ഇന്നത്തെ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യവും അവർക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അയിത്തം അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ അയിത്തം അനുഭവിച്ചിട്ടില്ല, നിങ്ങൾ തീണ്ടലും തൊടിയിലും വിധേയരായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയില്ല. എന്തൊരു വിരോധാഭാസമാണ്! സിഖ് മതക്കാരും ബുദ്ധമതക്കാരും അയിത്തം അനുഭവിച്ചിട്ടാണോ അവർക്ക് പട്ടികജാതി മതത്തിൽ ഉള്ള എല്ലാ ആനുകൂല്യം കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ കടുത്ത വിവേചനം നൽകുക. പ്രിയമുള്ളവരെ, 1991-96 നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചു. അന്ന് ഞാൻ ലോക്സഭാ അംഗമാണ്. ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ചർച്ച നടന്നപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ 1995 ലോക്സഭയിൽ നടന്ന ഈ ഭരണഘടനാ ഭേദഗതി, ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണമെന്ന ഭരണഘടനാ ഭേദഗതി വോട്ടിനിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ BJP അംഗങ്ങൾ ബില്ല് വലിച്ചു കീറി, നടുത്തളത്തിൽ ബഹളമുണ്ടാക്കി. ബില്ല് പാസ്സാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അവർ പരാജയപ്പെടുത്തി. അന്നത്തെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് അല്ല. പക്ഷേ BJPയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമാ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സഭയിൽ അധ്യക്ഷനായിരുന്ന സ്പീക്കർ ശിവരാജ് പാട്ടീൽ ആ ബില്ല് പാസ്സാക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി അദ്ദേഹം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നിരന്തരമായ പ്രതിപക്ഷ നേതാവ് വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മാർച്ചിന്റെ ഉദ്ഘാടകനാണ് അദ്ദേഹം. നിരവധി പരിപാടികളും നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ 1996 നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കാലത്ത് പട്ടികജാതി സംവരണം, ദളിത് ക്രൈസ്തവ സംവരണം കൊടുക്കുവാനുള്ള ബില്ല് അവതരിപ്പിച്ച് ചർച്ച പൂർത്തിയാക്കി വോട്ടിനിട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ BJPയുടെ ഭാഗത്തുണ്ടായ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആ ബില്ല് പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ബില്ല് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ, KK സുരേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ രംഗനാഥ മിശ്ര കമ്മീഷൻ നിയമിച്ചു. രംഗനാഥ മിശ്ര കമ്മീഷൻ ഇന്ത്യ രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അവശത അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ രംഗനാഥ മിശ്ര കമ്മീഷൻ വ്യക്തമായി പറഞ്ഞു, അവശ ക്രൈസ്തവരെ അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. ആ ശുപാർശ നടപ്പാക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകൻ അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി പലവട്ടം ചോദിച്ചു, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം. ഓരോ പ്രാവശ്യം മാറ്റിവെച്ച് സുപ്രീം കോടതിയിൽ വ്യക്തമായ അഭിപ്രായം കൊടുക്കാതെ മാറ്റിവെച്ച് അവസാനം ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ ജസ്റ്റിസ് KG ബാലകൃഷ്ണനെ
പഴയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി വെച്ചു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കോടതി പറയാണ് ഞങ്ങൾ ജസ്റ്റിസ് ബാലകൃഷ്ണനെ വെച്ചിരിക്കുക, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ അഭിപ്രായം അറിയിക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും. ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഇതുവരെയും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ രംഗനാഥ മിശ്ര കമ്മീഷൻ വളരെ വ്യക്തമായി ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണം, അവരെ സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുകൂലമായ തീരുമാനമെടുക്കാൻ നിൽക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചിട്ട് പോലും അതിൽ വ്യക്തമായ അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ജസ്റ്റിസ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട് ഇതുവരെ വെക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തവണത്തെ ഈ 17ാം ലോക്സഭയിലും ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും അതുവരെ ദളിത് ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കേരളത്തിലെ പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷന് സമാനമായ ഒരു കോർപ്പറേഷൻ ദേശീയ തലത്തിൽ രൂപീകരിക്കണമെന്ന് പാർലമെന്റിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച ഒരു ജനപ്രതിയാണ് ഞാൻ. ഈ തവണത്തെ ലോക്സഭയിൽ ഞാനൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പാർലമെന്റ് കാലഘട്ടത്തിലും ഈ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ബില്ലുകൾ വരാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അവസാനം ഗവൺമെന്റ് അത് അംഗീകരിക്കാതെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ സമാനമായ ഒരു കോർപ്പറേഷൻ ദേശീയ തലത്തിൽ രൂപീകരിക്കണമെന്ന ആവശ്യവും നിങ്ങളുടെ MP എന്ന നിലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അതിനുവേണ്ടിയുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ സമീപിക്കാം. നമുക്കറിയാം, പ്രധാനമന്ത്രി ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചു. പള്ളികളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയും BJP നേതാക്കളും പോകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും ദളിത് ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവർ തയ്യാറാകണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാര് പ്രധാനമന്ത്രിയെ വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പ്രധാനമന്ത്രി അവരെയൊക്കെ വിളിക്കുമ്പോൾ അവരാദ്യം ഉന്നയിക്കേണ്ട പ്രശ്നം നമ്മുടെ രാജ്യത്തെ ദളിത് ക്രൈസ്തവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ്. അതവർ ഉന്നയിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ശക്തമായി തന്നെ ഉന്നയിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ദളിത് ക്രൈസ്തവരെ 30 ലക്ഷം കേരളത്തിലും 2.5 കോടി ഇന്ത്യ രാജ്യത്ത് മൊത്തമായുള്ള, അത് ജാതി സെൻസസ് നടക്കാതെയാണ് ഒരു കണക്ക് നമ്മൾ പറയുന്നത്. പക്ഷേ ജാതി സെൻസസ് നടത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന ജനസംഖ്യയാണ് ഇന്ത്യ രാജ്യത്തെ പട്ടികജാതിക്കാര്, അവശ്യ ക്രൈസ്തവര്, മറ്റ് ഇതര വിഭാഗങ്ങളെ വർധനവുണ്ടായിട്ടുള്ളത്. ജാതി സെൻസസ് നടത്തിയാൽ അത് മനസ്സിലാകും. ഞാൻ അതിന്റെ വിശദാംശമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഒരു ആനുകൂല്യം, ഒരു വീട് പോലും കിട്ടാതെ, ഒരു വായ്പ പോലും കിട്ടാതെ, ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ അവശ്യ ക്രൈസ്തവരുടെ ജീവിതം പട്ടികജാതിക്കാരെക്കാൾ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിലാണെന്ന് ദളിത് ക്രൈസ്തവർ ജീവിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടായേ മതിയാവൂ. ഈ ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കാനും അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ ദളിത് ക്രൈസ്തവർക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുന്നത് CSDS ആണ്. തീർച്ചയായും നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എങ്കിൽ കരയാൻ CSDS തീരുമാനിച്ചിരിക്കുന്നു. ഈ കേരളത്തിലെ അവശ്യ ക്രൈസ്തവരുടെ, പരിവർത്തിത ക്രൈസ്തവരുടെ, ദളിത് ക്രൈസ്തവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ, പ്രത്യേക സംവരണ പാക്കേജ് പ്രഖ്യാപിക്കുവാൻ വേണ്ടി CSDS നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഞങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോടൊപ്പം നിൽക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് ശ്രീ VD സതീശൻ. അദ്ദേഹമാണ് ഈ മാർച്ച് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള നിയമസഭയിൽ ഈ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനും അവരുടെ ഇന്നത്തെ പരിവർത്തിത കോർപ്പറേഷന്റെ, അതൊരു വെള്ളാനയാണ്, പരിവർത്തിത കോർപ്പറേഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അലോട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന വിഹിതം കുറവാണ്. ഇത് വലിയ ഒരു കോർപ്പറേഷൻ ഇങ്ങനെ പോകുന്നു അല്ലാതെ അതുകൊണ്ട് ദളിത് ക്രൈസ്തവർക്ക് ഒരു മെച്ചവുമില്ലാത്ത ഒരു കോർപ്പറേഷനാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ കേരള നിയമസഭയിൽ ഉന്നയിക്കുവാൻ അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ CSDS പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. CSDSന്റെ മഹാശക്തി വിളിച്ചോതിക്കൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി ഈ വാഹന ജാഥയും
ഈ മാർച്ചും ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയ തുടക്കമാണ്, വലിയൊരു പോരാട്ടത്തിലുള്ള തുടക്കം. നിരവധി വർഷങ്ങളായി നീതി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൽ അവരെ കൈപിടിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമമാണ് CSDS നടത്തുന്നത് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കേരളത്തിലെ ദളിത് ക്രൈസ്തവരുടെ വിഷയം കൊണ്ടുവരാൻ CSDSഉം അതിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കാണിച്ച ആത്മാർത്ഥതയെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ബഹുമാന്യനായ നമ്മുടെ MP ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് ദളിത് ക്രൈസ്തവരുടെ സ്ഥിതി എന്ന് പറയുന്നത് ദളിതരുടെയിലും കഷ്ടമാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവർ എന്നുള്ള ഒരു പ്രിവിലേജ്, ഒരു ആനുകൂല്യവും അവർക്ക് ലഭിക്കുന്നില്ല. പട്ടികജാതിക്കാരാണ് എന്നുള്ളതിൻ്റെ ആനുകൂല്യവും കിട്ടുന്നില്ല. രണ്ടിനും ഇടയിൽ ത്രിശങ്കുവിലാണ് യഥാർത്ഥത്തിൽ ദളിത് ക്രൈസ്തവർ. അത് ജോലിയുടെ കാര്യത്തിൽ, സംവരണത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിലെല്ലാം അവർ പിന്തള്ളപ്പെടുകയാണ്. ഇപ്പം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു, 1% സംവരണമുണ്ട്. പക്ഷേ അത് ദളിത് ക്രൈസ്തവർക്ക് ഒറ്റയ്ക്കല്ല, അത് ചെറിയ സമുദായങ്ങൾ ഒരുപാട് പേരെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ്. ഇപ്പൊ CSDS പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു രേഖ വളരെ വ്യക്തമായി കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് വളരെ കുറച്ചു മാത്രമാണ് പ്രൊഫഷണൽ കോളേജുകളിലുള്ള സംവരണത്തിന് ഈ സമുദായത്തിന് കിട്ടുന്നത്. അത് ചെറിയ സമുദായങ്ങൾ, ഇതിനേക്കാൾ ജനസംഖ്യ കുറവുള്ള, വളരെ കുറവുള്ള സമുദായങ്ങൾക്ക് അത് ലഭ്യമാകുമ്പോൾ ഒരു 35 ലക്ഷത്തോളം കേരളത്തിൽ വരുന്ന ഈ സമുദായ അംഗങ്ങൾക്ക് അത് കിട്ടാതെ പോവുകയാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ ചെയ്തതുപോലെ അത് കൃത്യമായി ഇവിടെ അത് പ്രത്യേകമായി ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവരണം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജാതി സെൻസസ് നടപ്പാക്കി കൃത്യമായ ദളിതരുടെയും ദളിത് ക്രൈസ്തവരുടെയും വിവരങ്ങളെല്ലാം ശേഖരിച്ച് മാറിയ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭീതിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സവർണ മേധാവിത്വത്തിലേക്കും ചാതുർവർണ്ണത്തിലേക്കും ഒക്കെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. 100 വർഷങ്ങൾ കഴിയുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നോക്കം നിൽക്കുന്നവർ കൂടുതൽ പിന്നോക്കമാവുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന അസമത്വം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ഉള്ള സമ്പത്ത്, വിദ്യാഭ്യാസം എല്ലാം, അവർക്കുള്ള അവകാശങ്ങളെല്ലാം ഒരു വിഭാഗം ആളുകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റു വിഭാഗം ആളുകൾ പിന്നോക്കാവസ്ഥയിൽ നിന്ന് പിന്നോക്കാവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ തള്ളി നീക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ജാതി സെൻസസ് വേണം എന്നുള്ള ഉറച്ച തീരുമാനം, ആരതിനെതിർത്താലും ഉറച്ച തീരുമാനം ദേശീയ തലത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും അതുണ്ടാകണം. കാരണം ഇന്നും പിന്നോക്കം നിൽക്കുന്നവരുടെ സ്ഥിതി അത്രയും ഗുരുതരമാണ്. കേരളത്തിൽ ഇത്രയും 35 ലക്ഷത്തോളം പേരുള്ള ദളിത് ക്രൈസ്തവരുടെ സംവരണ കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഒരു കാര്യം കൂടി വാക്ക് തരുന്നു. സുരേഷും സഹപ്രവർത്തകരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ നിയമസഭയിൽ തന്നെ നിങ്ങളുടെ വിഷയം കൊണ്ടുവരും എന്ന വാക്കുകൂടി ഞാൻ ഈ അവസരത്തിൽ തരികയാണ്. നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം വേണം. അതിനകത്ത് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തില്ല എന്ന വാക്കുകൂടി തരും. നമുക്ക് രാഷ്ട്രീയമല്ല ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഞങ്ങൾ പ്രതിപക്ഷമാണെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോകും എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇനി കേരളത്തിലെ ദളിത് ക്രൈസ്തവരുടെ വിഷയം ആരും അറിയില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് ചർച്ച ചെയ്യപ്പെടില്ല. ഈ വിഷയങ്ങൾ നിങ്ങൾ വിവിധ മേഖലകളിൽ, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ നേരിടുന്ന
മുഴുവൻ കഷ്ടപ്പാടുകളെയും ദുരിതത്തെയും ഗവൺമെന്റുകളുടെ മുൻപിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കാം എന്ന വാക്കാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ തരാനുള്ളത്.